ആ നീയോ? എന്താ പുതിയ പ്രശ്നം? അത് പിന്നെ വിനോദ് സാറേ, സാറിനെയും ചേച്ചിനെ 2-3 തവണ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അതിന് അതാ ഞാൻ വന്നത്. എന്ത്? സാറിനെയും ചേച്ചിനെ 2-3 തവണ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അതാ ഞാൻ വന്നത്. ഇത് ഞാൻ ഗ്രൂപ്പിൽ കണ്ടതാ. ഹലോ സാറേ. അതിരൂപേ, ഞാൻ വിളിച്ചതേ ഗ്രൂപ്പിൽ നിന്ന് ആ ഫോട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? സാറേ, അത് അഡ്മിനാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ള. ആൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓ, എനിക്ക് ആ ഗ്രൂപ്പിലൊന്ന് കയറാൻ പറ്റുമോ? സാർ, അതിനൊരു ലിങ്ക് ഉണ്ട്. വാട്സപ്പിലും ടെലിഗ്രാമിലും ജോയിൻ ചെയ്യാൻ. എനിക്കൊരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാ, ഞാൻ അങ്ങനെ കയറിയത്. ആണോ? എന്നാൽ ഒന്ന് പെട്ടെന്ന് തന്നെ രൂപം ഒന്ന് അയക്കോ? അത് ഞാൻ സാറിന് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് തരാം. ശരി. വിനോദേട്ടാ, വിനോദേട്ടാ, ആ ഇവിടെ വന്നിക്കായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു. എന്താ ഫോൺ എടുക്കാതിരുന്നേ? എടുക്കാത്തപ്പോൾ ഞാൻ ഓട്ടോ പിടിച്ചങ്ങ് പോന്നു. ഇന്നാണേ തിരക്കോ തിരക്ക്. അവിടുന്ന് അനങ്ങാനും കൂടെ പറ്റിയില്ല. ഗൗരി എന്ന രതികുമാരി. അക്ഷയ സെന്ററിൽ അങ്ങനൊരു സുന്ദരി കോതയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളുടെ കണ്ണുകൾ എന്നെ വിളിക്കുന്ന പോലെ, അവളുടെ ചുണ്ടുകളും ആരെയും ത്രസിപ്പിക്കുന്ന അവളുടെ രൂപവും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്.
അവളുടെ ചുണ്ടുകളിൽ അമർത്തി ഉമ്മവെക്കുന്നത് ആ നിമിഷം ഞാൻ സ്വപ്നം കണ്ടു. അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികളോട് പോലും എനിക്ക് വല്ലാത്ത അസൂയ തോന്നി. തിരക്ക് പിടിച്ച അവളുടെ ജോലിക്കിടയിലും അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചെയ്തുകൊണ്ടിരുന്ന ജോലി മറ്റൊരാളെ ഏൽപ്പിച്ച് അവൾ എന്നെ അടുത്തേക്ക് വിളിപ്പിച്ചു. കയ്യിലിരുന്ന സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്നതിനിടക്ക് അവളുടെ കൈകളിൽ മൃദുവായി ഞാനൊന്ന് സ്പർശിച്ചു. എൻ്റെ കണ്ണിലെ കൊതി കണ്ടെന്ന വണ്ണം സ്വർണ്ണക്കുലിസിട്ട് അവളുടെ വെണ്ണക്കൽ പാദങ്ങൾ എനിക്ക് നേരെ നീട്ടി അവൾ ഒരു ദൃശ്യവിരുന്നൊരുക്കി. പേരിനൊരു ഹസ്ബൻഡ് ഉണ്ടെങ്കിലും അവളുടെ സൗന്ദര്യം ഇത്രമേൽ ആസ്വദിച്ചത് ഞാൻ മാത്രമായിരിക്കും. അവളുടെ ജീവിതത്തിൽ മുഖങ്ങൾ ഉണർത്താൻ ഞാൻ തന്നെ വരേണ്ടി വന്നു. അതെ, ഞാൻ വന്നു. എന്താ ഇതെന്താ ഒന്നും മിണ്ടാതെ? അല്ല, ഒരു തലവേദന പോലെ. ആ പറയണ്ടേ, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. അമ്മേ. ആ നേരത്തെ തുടങ്ങിയോ? നീ എന്താ ഫോൺ എടുക്കാത്ത? അതെ, തോന്നുമ്പം വരാനും പോവാനും ഓഫീസിൽ നിന്റെ കുടുംബസ്വത്തൊന്നും അല്ല കേട്ടോ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് ഓടി വന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സാറെന്താണ് ഒന്നും മിണ്ടാത്ത? വയല് പിരി കിട്ടിയോ? എന്താടാ? ഇത് ഫേക്ക് ഐ ഡി, ഫേക്ക് ഫോട്ടോ, എല്ലാം ഫേക്കാ. അമ്മാരെൻ്റെ കൈ കിട്ടിയ നീ ടെൻഷൻ അടിക്കല്ലേ. സൈബറിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ വേണ്ടൊന്ന് വിളിക്കാം. പിന്നെ നമുക്ക് പൊക്കാടാ, പിന്നെ പൊക്കാം. ആ അതെ, ഫ്രണ്ടിൻ്റെ വൈഫാ. ആ അത് സാരമില്ല. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ശരി, ഞാൻ വിളിച്ചോളാം. ഡാ, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നീ ഒരു ദിവസം വെയിറ്റ് ചെയ്യും. ഇവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവൻ എടുത്തു തരും. അവളറിഞ്ഞോ? ഇല്ല. അറിയിക്കണ്ട, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ. ആ ജാൻസി പറ. എന്റെ ജാൻസി എപ്പോ നോക്കിയാൽ ഈ ക്ലിയറൻസിന്റെ കാര്യം പറ്റൂലെങ്കിൽ ഇട്ടേച്ച് പോണ ഈ പണി. ഇതെന്താ വിനോദേട്ടാ, എപ്പോ നോക്കിയാലും ഇങ്ങനെ മോഹം വീർപ്പിച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്നേ? സഹിക്കുന്നില്ല. ഗൗരി, ഒരു മനുഷ്യൻ എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? നിന്റെ ഈ ആക്ഷയിൽ പോയിട്ട് വെറുതെ പോയിട്ട് കസേരയിൽ ഇരിക്കുന്ന പോലെയല്ല. ഇതൊക്കെ എവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാവാനോ? അതെന്ത് വർത്താനാ വിനോദേട്ടാ? വിനോദേട്ടൻ പറഞ്ഞിട്ടല്ല ഞാൻ അക്ഷയ പോകാൻ വേണ്ടി തുടങ്ങിയത്. എന്റെ ഗൗരി, എന്നെ ഇങ്ങനെ വട്ട് പിടിപ്പിക്കില്ലേ? അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തപ്പിയെടുത്ത്. വട്ടമ്പലത്ത് അനീഷ്, അങ്ങനെയാണ് അവൻ അറിയപ്പെടുന്നത്. ലോക്കൽ ടീം തന്നെയാണ്. നമ്മുടെ കലൂര് SRM റോഡിലെവിടെയാണ് അവൻ്റെ വീട്. ഇതൊരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നത് പൂട്ടി. ഇപ്പോൾ എന്തോ തക്കിട തരികട പരിപാടികളൊക്കെയാണ്.
നീ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ ഒഫീഷ്യലായിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേജിൽ നിന്ന് എന്തായാലും ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത്. അതുകൊണ്ട് ഇനിയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. ആ നിന്റെ പണി നടക്കട്ടെ കേട്ടോ. ഡാ, നീ അങ്ങോട്ടേ ഡ്രസ് ഇട്ടിട്ട്. ചെറിയൊരു ഫീൽഡ് വർക്ക് ഉണ്ട്. ചേട്ടാ ചേട്ടാ പറഞ്ഞോ. ഈ അനീഷിന്റെ വീട് ഏതാ? ഇവിടെ ഒരുപാട് അനീഷുമാരുണ്ട്. അഡ്രസ് വല്ലതും കയ്യിലുണ്ടോ? ഈ വട്ടമ്പലത്തിലെ അനീഷ്. ഓ, മൊബൈൽ കട നടത്തണേ. ആ, ഈ വഴിക്ക് നേരെ പോയാൽ മതി. വലത്തേക്ക് തിരിഞ്ഞിട്ട് രണ്ടാമത്തെ വീടാണ് അനീഷിന്റെ വീട്. ഓക്കെ ഏട്ടാ, താങ്ക് യു. ആ, എല്ലാരും ഇപ്പൊ ഓൺലൈൻ ഫുഡായി. എന്താ അല്ലേ? എന്താ? ഈ അനീഷ്. ആ അതെ, ഞാനാ. ഈ 7736655901 തന്റെ നമ്പർ അല്ലേ? ആ എൻ്റെ നമ്പറാ. ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇത് ആര് ഓർഡർ ചെയ്തതാ? എന്താ ആരാ മോനെ ഇത്? ഒന്നുമില്ലമ്മേ, പഴയ ഫ്രണ്ട്സാ. കുറച്ച് നാളായി കണ്ടിട്ട്. ബാ ബാടെ നമുക്ക് അവിടെ പോയി സംസാരിക്കാം. ബാ. നീ ഇത് എവിട്ടായിരുന്നു? വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ. നമുക്ക് സംസാരിക്കാം. അവിടെ പോയി സംസാരിക്കാം. മലരെ, നീ ഏതാണോ എന്താണോ എനിക്കറിയില്ല. അവളായിട്ടുള്ള ബന്ധം എനിക്കറിയില്ല. ലേട്ടങ്ങേറ് പണിക്കാണ് ഇവിടെ വന്നെങ്കിൽ അനീഷെ പറ്റി ചോദിച്ചായി നീ എന്റെ വീടായി പോയില്ല. അടിച്ച് ഞാൻ ഞാനല്ല ചേട്ടാ ചെയ്തേ. നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ അപ്ലോഡ് ചെയ്ത ഫോട്ടോ? എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടിയതാ. ഏത് ഗ്രൂപ്പ്? ഇട്ടത് ഞാനാ, പക്ഷെ വേറൊരു പേജിൽ കോപ്പി ചെയ്ത് ഞാനിട്ട് എന്റെ ബിസിനസിന് വേണ്ടി. എന്ത് ബിസിനസ് പറ. ഇനി പറഞ്ഞോ. എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നല്ല ക്ലയൻസും ഉണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് നല്ല പെമ്പിള്ളേരും ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആയിരുന്നാലേ എൻ്റെ ബിസിനസ് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോസ്റ്റ് ഇട്ടു. നിനക്കത് ഏത് പേജിൽ നിന്ന് കിട്ടിയ? നടികൾ വെടികൾ.